നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആപ്ലിക് വർക്ക് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ആപ്ലിക് വർക്ക് ചെയ്യുന്ന തുണികൾ നോക്കാം. ഈ തുണിയിലാണ് വർക്ക് ചെയ്യുന്നത്. പീസസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു ബ്ലൂ ചെക്ക് തുണി, ഒരു വൈറ്റ് പീസ്, പിന്നെ ഒരു ഫ്ലഷ് കളറുള്ള പീസ്. ഇതുപോലെ 3 പീസസ് വെട്ടിയെടുക്കാനും തയ്ക്കാനായിട്ടുള്ള ആപ്ലിക് വർക്ക് ചെയ്യേണ്ടതായിട്ട് ഒരു മെറൂൺ കളറുള്ള തുണിയുമാണ് എടുത്തിരിക്കുന്നത്. ഡിസൈൻ വരയ്ക്കാൻ ഞാൻ തുണി ആദ്യം ക്ലിപ്പ് ബോർഡിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ കാർബൺ പേപ്പർ വയ്ക്കാം. ഇതിന് മുകളിൽ ഡിസൈൻ വരച്ച് വെക്കാം. ഇനി ഡിസൈൻ വരയ്ക്കാം. എനിക്ക് ഈ ബ്ലൂ ചെക്ക് തുണിയിൽ ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഡിസൈനിലോട്ട് വരയ്ക്കുന്നത്. എല്ലാ പീസസും വെട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെച്ച് നോക്കാം. ഹാറ്റ്, കൈകൾ, ഈ ഫ്രോക്കിൻ്റെ ഈ
പീസിന് കുറച്ച് ഭാഗം ഞാൻ മുകളിലേക്ക് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡിൻ്റെ ഈ സൈഡ് വരുന്നിടവും കുറച്ചധികം എടുത്തിട്ടുണ്ട്. കൈയുടെ ഈ ഭാഗം വരുന്നതും കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതെനിക്ക് കുറച്ച് സൗകര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. കനം കുറഞ്ഞ തുണികൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പമാണ്. എന്നാൽ കനം കൂടിയ തുണിയാകുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. മെഷീൻ സെറ്റിങ്സ് നോക്കാം. ആവശ്യമുള്ളത് സിഗ്സാഗ് സ്റ്റിച്ചാണ്. എയിലാണുള്ളത്. അതുകൊണ്ട് നമുക്കത് എ സെലക്ട് ചെയ്യാം. ലെങ്ത് 0യുടെ അടുത്ത് സെലക്ട് ചെയ്യാം. വിഡ്ത്ത് മാക്സിമത്തിൽ വെച്ചു. തയ്ക്കുന്ന സമയത്ത് ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും ഇടാം. ടെൻഷൻ 2. ഡിസൈൻ വരച്ച ഈ പീസസ് നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിൽ തയ്ച്ച് ഉറപ്പിക്കാം. റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കൈകൊണ്ട് ഒന്ന് നൂല് ഓടിച്ചതിന് ശേഷം തയ്ക്കുന്നത് നല്ലതായിരിക്കും. ആപ്ലിക് ചെയ്യേണ്ടതായ തുണി, അതായത് എൻ്റെ ഈ മെറൂൺ തുണിയിലും ഡിസൈൻ വരയ്ക്കുന്നത് നല്ലതാണ്. എന്നാൽ ഈ തുണി ഡിസൈൻ വരയ്ക്കുന്ന അത്ര നന്നായി തെളിഞ്ഞു വരാത്തതുകൊണ്ട് ഞാനതിൽ ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡിസൈനൊക്കെ തയ്ച്ചുറപ്പിച്ച് കഴിഞ്ഞു. ഇനി സാറ്റിൻ സ്റ്റിച്ചിൽ നമുക്കത് കവർ ചെയ്ത് തയ്ക്കാം.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.